ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പേ ചെയ്ത പലവിധ ഓഡിയോകളിലായിട്ട് ദൈവം തമ്പുരാൻ കാണിച്ചു തന്നിട്ടുള്ള അല്ലെങ്കിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പലവിധ ഓഡിയോകളായിട്ട് സംസാരിക്കാനായിട്ട് ഇടയായി തീർന്നല്ലോ. ഇപ്പോൾ ദൈവജനത്തിൽ നിന്നുള്ള അനേക മർമ്മങ്ങൾ വെളിപ്പെടുത്തി ഈ ഓഡിയോകൾ വഴി വെളിപ്പെടുത്തുവാനും ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ദൈവജന നിവൃത്തി എങ്ങനെ വരുന്നു എന്നുള്ളത് കാണിച്ച് തരുവാൻ തക്കണം പലവിധ ഓഡിയോകൾ വഴി അനേകരെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചു വരികയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ തവണ മത്തായി ചാപ്റ്റർ 24 അതെങ്ങനെയാണ് കർത്താവ് അധികാരത്തെക്കുറിച്ച് ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നത്, അതിൻ്റെ ഒരു പ്രോഗ്രഷൻ എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ തവണ വിശദീകരിക്കുകയുണ്ടായി. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 4 മാസത്തോളം കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ലോകം അന്നത്തെ അവസ്ഥയിൽ നിന്ന് വീണ്ടും ഒരുപാട് മാറി. ഇപ്പോൾ 2026 തുടങ്ങിയ സമയത്ത് തന്നെ ഒരു വ്യത്യാസം നമുക്കന്ന് അത് കാണുവാനായിട്ട് സാധിച്ചു. വളരെ പെട്ടെന്നാണ് ഈ ഒരു ചേഞ്ചസ്. കാരണം കഴിഞ്ഞ വർഷം ഒരു മിഡിൽ ഈസ്റ്റിലൊരു യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ ഇസ്രായേൽ ഒരു ഭാഗത്തും ഇറാനും ഇറാൻ്റെ പ്രോക്സികൾ ആയിട്ടുള്ളവർ മറ്റുള്ള ഭാഗത്തുമായിട്ടൊരു യുദ്ധം ഉണ്ടായി. എന്നാൽ അത് ഏകദേശം കുറച്ച് നാളുകൾക്ക് ശേഷം പെട്ടെന്ന് തന്നെ അത് തീരുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ അതിനുശേഷം ചെറിയൊരു പീരീഡ് ഒരു സമാധാനം ഉണ്ടായെങ്കിലും വീണ്ടും വലിയ രീതിയിലുള്ള ആക്രമണത്തിലേക്കും മറ്റുമാണ് പിന്നീട് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. കാരണം അമേരിക്ക ഇറാൻ്റെ ന്യൂക്ലിയർ അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ ഫെസിലിറ്റികളിൽ വലിയ ശക്തിയുള്ള ബോംബുകൾ വർഷിച്ചതിന് ശേഷവും അവർ വലിയ രീതിയിലുള്ള ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു ആരോപണത്തിൻ്റെ പുറത്താണ് ഇസ്രായേൽ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോയത്. അപ്പോൾ അതിപ്പോൾ ഏകദേശം ഒരു 10-20 ദിവസത്തോളം ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണത്തിൻ്റെ ഒരു സംഗതിയാണ്. GCCയിലേക്ക് അത് വ്യാപിച്ചു. GCCയിൽ അനേക സ്ഥലങ്ങളിൽ ഇറാൻ അവരുടെ ഡ്രോണുകൾ അയച്ച് ആക്രമിക്കുകയും മിസൈൽ അയക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയങ്ങളാണ്. അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധവും പിന്നീട് അതിലേക്ക് നയിച്ച കാരണങ്ങളും ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ, അതിൽ അമേരിക്കയുടെ പങ്ക്, അമേരിക്ക എങ്ങനെയാണ് ഈ മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിലേക്ക് വന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിക്കാനാണ് ഇപ്പോൾ തുനിയുന്നത്. മുമ്പ് പല ഓഡിയോകളിലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. ദൈവവചനത്തിൽ വളരെ കൃത്യമായിട്ട് അമേരിക്ക ആണ് ബാബിലോൺ എന്നുള്ളത് പല വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പല ഓഡിയോകൾ വഴി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 51-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: വലിയ വെള്ളങ്ങൾക്ക് അരികെ വസിക്കുന്നവളായി വളരെ നിക്ഷേപങ്ങൾ ഉള്ളവളെ, നിന്റെ അവസാനം നിന്നെ ഛേദിച്ച് കളവാനുള്ള അവധി വന്നിരിക്കുന്നു. ഞാൻ നിശ്ചയമായിട്ട് വിട്ടലുകൾ കൊണ്ടെന്ന പോലെ മനുഷ്യരെ കൊണ്ട് നിന്നെ നിറയ്ക്കും. അവർ നിന്റെ നേരെ ആർപ്പിടുമെന്ന് സൈന്യങ്ങളുടെ യഹോവ തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു. അങ്ങനെ ആ ഒരു 51-ാമത്തെ അധ്യായത്തിൽ അങ്ങനെ ആ ഒരു വാക്യം ഇതിനെക്കുറിച്ചുണ്ട്. നമുക്ക് ആ പ്രവാചക പുസ്തകത്തിൽ തന്നെ, യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ തന്നെ 50-ാമത്തെ അധ്യായത്തിലും ഒക്കെ ഈ ബാബേലിനെ കുറിച്ചും കൽദായ ദേശത്തെക്കുറിച്ചുമുള്ള അരുളപ്പാട് എന്ന് പറഞ്ഞ് അവിടെ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ബാബേലിൻ്റെ
നാശത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവിടെ നമ്മൾ 50-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് അത് പഴയ നിയമകാലത്തെ ബാബിലോണിനെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് ആ ഒരു അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ 51-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ബാബേലിൻ്റെ നേരെയും എൻ്റെ എതിരാളികളുടെ ഹൃദയത്തിൻ്റെ നേരെയും സംഹാരകൻ്റെ മനസ്സ് ഉണർത്തും. പാറ്റുന്നവരെ ഞാൻ ബാബേലിലേക്ക് അയക്കും എന്നിങ്ങനെയാണ് പിന്നെ ഒന്നുകൂടി പറയുന്നത്. അതായത് ഇത് രണ്ടും രണ്ട് ബാബേലാണ് അല്ലെങ്കിൽ ബാബിലോണാണ് എന്നുള്ളതിൻ്റെ തെളിവുകൾ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെയാണ് ആ ഒരു 13-ാമത്തെ അധ്യായത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വലിയ വെള്ളങ്ങൾക്കരികെ വസിക്കുന്നവളെ എന്നാണ് അവിടെ ബാബേലിനെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കൻ ഐക്യനാടുകൾ എന്ന് പറഞ്ഞ ആ രാജ്യം, അതിൻ്റെ മെയിൻ ലാൻഡ് എന്ന് പറയുന്നത് ലോകത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ഓഷ്യനുകൾ, സമുദ്രങ്ങളുടെ അരികെ കിടക്കുന്ന ഒരു പ്രധാന രാജ്യം എന്നല്ല, ലോകത്തിലെ ഏറ്റവും പ്രധാന രാജ്യമാണ്. നമ്മൾ എർത്തിൻ്റെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്പെസിഫിക്കേഷനുള്ള ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ശക്തിയുള്ള മറ്റൊരു രാജ്യമില്ല. അപ്പോൾ ഈ ഒരു വാക്യം അവിടെ വളരെ കൃത്യമായിട്ട് അമേരിക്കയെ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ അത് കൂടാതെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ദൈവാത്മാവ് ഓർമ്മിപ്പിച്ചതുപോലെ ദൈവവചനത്തിന് 3 അർത്ഥങ്ങൾ രീതിയിൽ അത് വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിക്കും. 3 അർത്ഥങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ ആക്ഷരികമായിട്ടുള്ള ലിറ്ററൽ മീനിങ് ആണ്. 2 അതിൻ്റെ ഇന്നർ മീനിങ് ഉണ്ട്, ആന്തരികമായിട്ടുള്ള അർത്ഥം. ഇത് രണ്ടും കൂടാതെ ആത്മീയ അർത്ഥവും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ ബാബിലോണിൻ്റെ കാര്യത്തിലും നമുക്കങ്ങനെ 3 ബാബിലോൺ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിലും അവിടെയാണ് പറയുന്നത് ബാബിലോണിന് കൊടുക്കേണ്ട വലിയ ശിക്ഷയെക്കുറിച്ച്, കിട്ടുന്ന ശിക്ഷയെക്കുറിച്ച് അവിടെ വളരെ കൃത്യമായിട്ട് ഇലാബറേറ്റ് ചെയ്യുന്നുണ്ട് 17-ാമത്തെ അധ്യായത്തിൽ, പിന്നെ 18-ാമത്തെ അധ്യായത്തിലും. അവിടെയും നമുക്ക് ഈ 3 ബാബിലോണുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന് എന്ന് പറഞ്ഞത് സംശയമില്ലാതെ ഈ പറഞ്ഞതുപോലെ അമേരിക്കൻ ഐക്യനാടുകൾ എന്നുള്ള ആ രാജ്യം തന്നെയാണ് ബാബിലോൺ. രണ്ടാമത്തേത് ഗൾഫാണ്, GCC ഏരിയയാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്, ഒരു ബാബിലോൺ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥിതിയാണ്. ഇതിൻ്റെ ഒരു സ്പിരിച്വൽ ബാബിലോൺ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ദൈവത്തിനെതിരെ തിരിയുന്ന അല്ലെങ്കിൽ ദൈവത്തിന് എതിരായിട്ട് നിൽക്കുന്ന മതങ്ങൾ, മുമ്പ് ഉള്ള ഓഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ആ മതങ്ങളാണ് ഈ ബാബിലോണായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന സംഗതികൾ. പ്രത്യേകിച്ച് ഇത് ഇസ്ലാമും പിന്നെ അങ്ങനെയുള്ള മതങ്ങൾ. അപ്പോൾ നമുക്ക് ഈ പ്രത്യേകിച്ച് വിശേഷിച്ച് ഈ അമേരിക്ക എങ്ങനെയാണ് ഇതിന് യോഗ്യനായി തീരുന്നത് എന്നുള്ളത് നമ്മൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ നാശത്തെക്കുറിച്ച് ഉള്ള ഒരു അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് അത് നിവൃത്തീകരിച്ച് വരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പഴയ നിയമ കാലത്തെ നമുക്കറിയാം ബാബേൽ അല്ലെങ്കിൽ ബാബിലോൺ എന്ന് പറയുന്നത് ഒരു മഹാരാജ്യം തന്നെയാണ്. ഒരു വലിയൊരു കോണ്ടിനെൻ്റൽ സൈസുള്ള ഒരു രാജ്യം തന്നെയായിരുന്നു അന്നും. അപ്പം പക്ഷെ അത് കൂടാതെ അന്നത്തെ ഈ രാജ്യമാണെങ്കിലും അതിൽ ഒരു പ്രധാന നഗരം മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ബാബേൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു രാജ്യവും ഒരു നഗരവും കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമുക്കിത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഈ ഇത്തരം നാശങ്ങളും മറ്റുമൊക്കെ ദൂരെ നിന്നിട്ട് ഈ കപ്പലിൽ വ്യാപാരം ചെയ്യുന്നവരൊക്കെ അത് കാണുന്നതായിട്ട് വളരെ കൃത്യമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞു കളയും, പിന്നെ അതിനെ കാണുകയില്ല. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു സർവനാശം എന്ന് പറയത്തക്ക രീതിയിലുള്ള
ഒരു നാശം വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിപ്പം ബാബിലോൺ എന്ന് പറയുന്നത് ഇപ്പോൾ രാജ്യമാണെങ്കിലും അതിൻ്റെ കേന്ദ്രത്തിൽ തന്നെ, അതിൻ്റെ ഏറ്റവും പ്രധാന നഗരത്തിൽ തന്നെ നടക്കുന്ന വലിയൊരു നാശത്തെക്കുറിച്ച് അവിടെ സൂചനകൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പിന്നെ നമ്മൾ എസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മറ്റൊരു യുദ്ധത്തെക്കുറിച്ച്, അന്ത്യകാലത്ത് നടക്കുന്ന മറ്റൊരു യുദ്ധത്തെക്കുറിച്ച് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാം. ആ യുദ്ധം എന്ന് പറയുന്നത് ഗോഗ് എന്ന് പറയുന്ന ഒരു നേതാവ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഗോഗ് ഓഫ് മാഗോഗ് എന്നാണ്. അപ്പോൾ മാഗോഗ് ദേശത്തിലെ ഗോഗിനെ കുറിച്ച് അതും മുമ്പ് വളരെ ഇലാബറേറ്റ് ചെയ്തിട്ട് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഈ ആരാണ് ഗോഗ് എന്നുള്ളതും മാഗോഗ് ദേശം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 38-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, രോഷ്, മേശക്, തൂബാൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് എന്നിങ്ങനെയാണ് അവിടെ തുടങ്ങുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് രോഷ്, മേശക്, തൂബാൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് അനേകർ വ്യാഖ്യാനിക്കുന്നത് രോഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ റഷ്യ ആണെന്നും, പിന്നെ മേശക്, തൂബാൽ എന്നിവ മറ്റേ ടർക്കി, സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിങ്ങനെയാണെന്നും ആണ് അവർ ഇതിനെക്കുറിച്ച് പറയുന്നത്. അത് ഞാനതിനെ ഖണ്ഡിക്കുന്നൊന്നുമില്ല, അതങ്ങനെ ആയിരിക്കാം, കാര്യത്തിൽ സംശയമൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. പിന്നെ അതുകൂടാതെ പിന്നെ വാക്യങ്ങൾ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ ഈ ഗോഗിൻ്റെ നേതൃത്വത്തിൽ വരുന്നവർ രോഷ്, മേശക്, തൂബാൽ മാത്രമല്ല, പിന്നെ അതുകൂടാതെ പാഴ്സികൾ ഇന്നത്തെ പേർഷ്യൻസ്, അതായത് ഇറാനികളാണ് പാർസി. പിന്നെ കൂശ്യർ എന്ന് വെച്ചാൽ എത്യോപ്യരാണെന്ന് പറയുന്നു. പിന്നെ പൂത്തിയർ, ഗോമർ, അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും, വടക്കേ അറ്റത്തുള്ള തോഗർമ ഗൃഹം അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും. അപ്പോൾ സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കുകൾ, പിന്നെ എത്യോപ്യ പോലുള്ള രാജ്യങ്ങൾ, അപ്പോൾ അങ്ങനെ അതായത് അറബികളുടെ ഒരു സെക്ഷൻ ആയിട്ടുള്ള ആളുകൾ, പിന്നെ ഈ ഷിയ മുസ്ലിം പിന്നെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ, ടർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അങ്ങനെ ഇവരെല്ലാം, റഷ്യ ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ മാഗോഗ് ദേശത്തിൻ്റെ നേതാവായ ഗോഗിൻ്റെ നേതൃത്വത്തിൽ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ അനേകർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഇത് ഈ മാഗോഗ് ദേശം എന്ന് വെച്ചാൽ പുരാതന റഷ്യയുടെ പ്രദേശമാണ്, അല്ലെങ്കിൽ തുർക്കിയുടെ പ്രദേശമാണ് എന്നിങ്ങനെ അതിനെ വ്യാഖ്യാനിച്ചിട്ട്, അപ്പോൾ തുർക്കിയുടെ നേതൃത്വത്തിലാണ് ഇത് വരുന്നതെന്നും റഷ്യയുടെ നേതൃത്വത്തിലാണ് ഇത് വരുന്നതെന്നും ആണ് വ്യാഖ്യാനിക്കുന്നത്. മാഗോഗ് ദേശം അത് എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി തൊട്ട് നമ്മൾ കാണുന്നതാണ് മാഗോഗ് എന്നുള്ള ഒരു പേര്, ഗോഗ്, മാഗോഗ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം ഇതിനെ വ്യാഖ്യാനിച്ച് പോരുന്നത്. പക്ഷേ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വാക്യത്തിൽ ഇതിൽ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാകും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പല ജാതികൾ, അവിടെ രാജ്യങ്ങൾ അല്ലെങ്കിൽ നേഷൻസ് എന്ന് പറയുമ്പം അതൊരു നമുക്കറിയാമല്ലോ, ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ നേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം ഒരു ജനസമൂഹത്തെയാണ് കാണിക്കുന്നത്. അത് അതിൻ്റെ പ്രൈമായിട്ടുള്ള അതിൻ്റെ അർത്ഥം തന്നെ നേഷൻസ് എന്ന് പറഞ്ഞാൽ ജാതികൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ അനേകർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയാണ്. ആ ഏരിയയിൽ നിന്നുള്ള ആളുകളാണ് ഈ ഇസ്രായേലിനെതിരെ വരുന്നത് എന്ന കണക്കിലാണ് എല്ലാവരും വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ പർവ്വതങ്ങൾക്കെതിരെ വരുന്നു എന്നുള്ള ഒരു സംഗതി ഉള്ളതുകൊണ്ട് ഇവരെല്ലാം വ്യാഖ്യാനിക്കുന്നത് നിന്റെ ദിക്കിൽ നിന്ന് തന്നെ, വടക്കേ അറ്റത്ത് നിന്ന് തന്നെ എന്നുള്ളൊരു വാക്യം 39-ാമത്തെ അധ്യായത്തിൽ വരുന്നുണ്ട്.
39-ാമത്തെ അധ്യായത്തിൽ അവിടെ 2-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ 6-ൽ1 ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും എന്നിങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കൊണ്ട് ഇവരെല്ലാം വ്യാഖ്യാനിക്കുന്നത് ഇസ്രായേലിൻ്റെ വടക്കേ അറ്റം അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് വടക്കോട്ടുള്ള നോക്കുമ്പോഴത്തേക്കും നേരെ കിട്ടുന്നത് തുർക്കിയും ഈ റഷ്യയാണ്. റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോ ആണ്. അപ്പോൾ അതുകൊണ്ട് അവരാണ് അതിൻ്റെ ആളെന്നുള്ള രീതിയിലാണ് എല്ലാവരും വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ അവിടെ വളരെ കൃത്യമായിട്ട് ഈ പറയുന്നുണ്ട്, ഈ തുർക്കി അല്ലെങ്കിൽ റഷ്യ എല്ലാവരും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ട് എങ്കിൽ പോലും ഇതിൽ വളരെ കൃത്യമായിട്ട് മാഗോഗ് ദേശത്തിലെ ഗോഗിൻ്റെ കാര്യത്തെക്കുറിച്ച് അവിടെ ആദ്യമേ പറയുന്നുണ്ട്, മാഗോഗ്. അപ്പോൾ മാഗോഗ് എന്നുള്ള പേരിനെ കുറിച്ച് പിന്നീട് മുമ്പ് ഒരു ഓഡിയോ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദൈവം തമ്പുരാൻ എന്നെ പഠിപ്പിച്ചു തന്ന ഒരു സംഗതി നമുക്കറിയാം. അതും ചെന്ന് നിൽക്കുന്നത് അമേരിക്കയിലാണ്. വളരെ ദുഃഖകരമായിട്ടുള്ള സംഗതിയാണ്. പക്ഷേ ദൈവവചന നിവൃത്തിയാണ് നടക്കുന്നത്. അതിന് നമുക്ക് വേറൊന്നും നമുക്ക് പറയാനില്ല. കാരണം അമേരിക്കയിൽ ഇപ്പോൾ പ്രസിഡന്റ് ആയിട്ടുള്ള ആ വ്യക്തി തന്നെ, ട്രംപ് 2016 അധികാരത്തിൽ ആദ്യം വരുമ്പോൾ ട്രംപിൻ്റെ മുദ്രാവാക്യം, ഒരു സ്ലോഗൻ എന്ന് പറയുന്നത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നാണ്. അപ്പോൾ അവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയെ തന്നെ അന്ന് തൊട്ട് അറിയപ്പെടുന്നത് മാഗ പാർട്ടി എന്നാണ്. മാഗ, MAGA, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മാഗ പാർട്ടി. അതിനുശേഷം പിന്നീട് നമുക്കറിയാം ആദ്യത്തെ ആ ഒരു ടൈം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോയി. അതിനുശേഷം പിന്നീട് ജോ ബൈഡൻ അധികാരത്തിൽ വന്നു 2021. അപ്പം അതിനു മുമ്പേ ജെറുസലേമിനെ ആസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു. പിന്നെ അബ്രഹാമിക് അക്കോർഡ്സ് ഒപ്പിട്ടു. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ആ സമയത്ത് നടന്നിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് ഒരു ലോകത്ത് മുഴുവൻ വ്യാപിച്ച ഒരേ ഒരു പാൻഡമിക് ആയിട്ട് ഇന്ന് വരെ ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കോവിഡ് എന്ന് പറയുന്ന സംഗതി വന്നു. പിന്നീട് അതിൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ മുമ്പ് പല വീഡിയോകളിൽ എന്താണ് അതിൻ്റെ ആക്ച്വൽ സംഗതി എന്നുള്ളത് കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അപ്പോൾ അതിനുശേഷം പിന്നീട് ഈ 2025 ബിഗിനിങ്ങിൽ വീണ്ടും ഈ ട്രംപ് തൻ്റെ 2-ാമത്തെ അധികാര വട്ടത്തിലേക്ക് പിന്നെ വീണ്ടും വന്നു. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ 2-ാമത്തെ തവണ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ഇവരുടെ മുദ്രാവാക്യത്തിൽ ചെറിയൊരു ചേഞ്ച് വരുന്നതായിട്ട് നമുക്ക് കാണാം. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളത് ആദ്യമായിരുന്നെങ്കിൽ 2-ാമത്തെ തവണ വരുമ്പോൾ മേക്ക് അമേരിക്ക ഗ്രേറ്റ് വൺസ് അഗെയിൻ എന്നായിട്ട് മാറി. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് ഫോം അബ്രിവേഷൻ എന്നുള്ളത് മാഗോവ എന്നുള്ള രീതിയിലായി, MAGOA. പക്ഷേ നമ്മൾ അമേരിക്കൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അമേരിക്കൻസ് ഇംഗ്ലീഷ് പറയുന്ന അതിൻ്റെ അകത്ത് എഗെയിൻ എന്നുള്ളൊരു ഇതിൻ്റെ അകത്ത് എന്നുള്ളൊരു സംഗതി വരുന്നില്ല. അതിൽ ഒരു ഷോർട്ടായിട്ട് ഗെയിൻ എന്നുള്ള രീതിയിൽ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് മാഗോഗായി, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, ഗ്രേറ്റ് വൺസ് അഗെയിൻ എന്നുള്ള രീതിയിൽ നമ്മൾ പെട്ടെന്ന് അത് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോമായിട്ട് യഥാർത്ഥത്തിൽ മാഗോഗ് തന്നെ ആയിട്ട് മാറുകയാണ് അവിടെ. പിന്നെ അത് കൂടാതെ നീ നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന് തന്നെ, വടക്കേ അറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം ജിയോഗ്രഫിക്കലി നമ്മൾ നോക്കി കഴിഞ്ഞാൽ നോർത്ത് പോളാണ് വടക്ക് എന്നുള്ളത് പോയിന്റ് എന്ന് പറയുന്നത്. ഏറ്റവും ഫാർദർ മോസ്റ്റ് നോർത്ത് എന്ന് പറയുന്നത് നോർത്ത് പോളാണ്. അതൊരു പ്രത്യേക പർട്ടിക്കുലർ മറ്റേ ഒരു കോർഡിനേറ്റ്സിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് കിടക്കുന്ന രാജ്യം, പ്രധാനപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി റഷ്യയാണ്. പിന്നെ അതുകൂടാതെ നോർവേ പോലുള്ള രാജ്യങ്ങളുമുണ്ട്. പിന്നെ അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥലമാണ് ഇപ്പോൾ വലിയ പ്രശ്നത്തിലും ഇതിലൊക്കെ ആയിട്ട് നിൽക്കുന്ന ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡ് നമുക്കറിയാം ഡെൻമാർക്കിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ഗ്രീൻലാൻഡിന് സ്വയംഭരണമുണ്ട്. അപ്പോൾ ഈ ഇത്രയും രാജ്യങ്ങളാണ് പ്രധാനമായിട്ട് ആ ഒരു ഏരിയയിലുള്ളത്. അപ്പോൾ ഇതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് ഈ റഷ്യയാണ് അവിടുത്തെ പ്രധാന രാജ്യം. അപ്പോൾ റഷ്യയാണ് ഇതിൻ്റെ ആൾ എന്ന രീതിയിൽ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട് അനേക ദൈവദാസന്മാർ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ നമുക്ക് ഈ അമേരിക്കയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു, വലിയ വെള്ളങ്ങൾക്ക് നടുവിൽ വസിക്കുന്നവളെ എന്നുള്ള ബാബിലോണിൻ്റെ ഒരു ടൈം അവിടെ വരുന്നുണ്ട്. പിന്നെ മാഗ
അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഗതികൾ വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഗോഗ് എന്നുള്ളൊരു ടൈം, അതിനെക്കുറിച്ച് ഇതുവരെ സത്യം പറഞ്ഞാൽ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു ഇത് എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം അതിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ ഇത് വരുന്നുള്ളത് കൊണ്ട് ഗോഗ് എന്നുള്ളതിൻ്റെ ഒരു അർത്ഥം, അതിൻ്റെ ഒരു ലീഡർ എന്നുള്ളതായിരിക്കാം അതിൻ്റെ ഒരു മീനിങ് ഞാൻ ചിന്തിക്കുന്നു. പക്ഷെ അതിന് ചെറിയ ഒരു പക്ഷേ അബ്രിവേഷൻ ഉണ്ടാവാം. പക്ഷെ അത് ഇതുവരെ മനസ്സിലാക്കാനായിട്ട് കറക്റ്റായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്നുള്ള രീതിയിലുള്ള ചില GOP അങ്ങനെയുള്ള ടീമുകളൊക്കെ അമേരിക്കയിലുണ്ട്. പക്ഷേ ഈ ഗോഗ് എന്നുള്ളത് എനിക്ക് ഇതുവരെയും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ മാഗോഗ് എന്നുള്ള സംഗതി, അപ്പം ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെയാണ് അവിടെ പറയുന്നത്. ഒരു ദേശത്തിൻ്റെ പ്രധാന നേതാവായിട്ടുള്ള വ്യക്തി, അതാണ് ഗോഗ്. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2022 നമുക്കറിയാം, ഉക്രൈനിൽ റഷ്യ പെട്ടെന്നൊരു കടന്നാക്രമണം നടത്തി. പിന്നെ അവർക്ക് അവിടെ നിന്ന് ഇതുവരെ തിരിച്ചു പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ റഷ്യ അതിൻ്റെ അകത്ത് ഇപ്പോൾ പെട്ട് കിടക്കുക ശരിക്കും പറഞ്ഞാൽ. കാരണം അവരുടെ വലിയൊരു മേജർ റിസോഴ്സസ് എല്ലാം റഷ്യ ഈ ഉക്രൈന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന സമയങ്ങളാണ് ഈ കഴിഞ്ഞ കുറേ വർഷം, 3-4 വർഷമായിട്ട് നടക്കുന്നത്. അപ്പോൾ ആ ഉക്രൈനുമായിട്ട് അമേരിക്ക 2025-24 ലാസ്റ്റാണെന്ന് തോന്നുന്നു ഒരു കരാറുണ്ടാക്കി. അതായത് 2025 തന്നെ, കാരണം ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അമേരിക്ക ഇത്രത്തോളം $500 ബില്യൺ അവിടെ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവിടുത്തെ പ്രകൃതി വിഭവങ്ങളിൽ, അതായത് നാച്ചുറൽ റിസോഴ്സസിൽ തങ്ങൾക്ക് അധികാരം വേണം, അവകാശം വേണമെന്നും പറഞ്ഞ ഒരുമായിട്ടൊരു എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്കറിയാം ഈ യുക്രൈൻ്റെ ചരിത്രം എന്ന് പറയുന്നത് പുറകെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2ാം ലോക മഹായുദ്ധത്തിലൊക്കെ ഈ ഹിറ്റ്ലർ ഉൾപ്പെടെയുള്ള ആളുകൾ ലക്ഷ്യം വെച്ച മോസ്കോ ആക്രമിച്ച് മോസ്കോ എന്നുള്ള ആ ഒരു സിറ്റി കീഴടക്കാൻ കഴിയാതെ വന്നപ്പോൾ ഹിറ്റ്ലർ തൻ്റെ സൈന്യത്തോട് ഉക്രൈൻ പിടിച്ചെടുക്കാനാണ് പിന്നീട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഉക്രൈൻ അന്ന് പിടിച്ചെടുത്തു ജർമ്മനി. ഇപ്പോൾ ഉക്രൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നാച്ചുറൽ റിസോഴ്സസ്, വിശേഷിച്ച് ഏറ്റവും പ്രധാനമായിട്ട് ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ വലിയ ഡെപ്പോസിറ്റുള്ള ലോകത്തിലൊരു വളരെ ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഉക്രൈൻ. അതുകൂടാതെ നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അമേരിക്കയും ചൈനയും തമ്മിൽ നടക്കുന്ന ഒരു ടസിലുണ്ട്. അതായത് ലോകത്തിൽ ഏറ്റവും വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ചില വളരെ അപൂർവമായിട്ടുള്ള ചില എലമെൻറ്റ്സ്, നമ്മൾ ഇന്ന് കണ്ടമാനം ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്ന ചില പ്രത്യേക എലമെൻറ്റ്സുകളുണ്ട്. അവയെല്ലാം തന്നെ അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഡെപ്പോസിറ്റുകളെല്ലാം, പ്രൂവൻ ഡെപ്പോസിറ്റുകളെല്ലാം ചൈനയിലുള്ളതായിട്ടാണ് ഈ അടുത്ത കാലം വരെയും നമുക്കറിയാവുന്നത്. അതിൻ്റെ മാസീവ്, അതായത് ലോകത്ത് 100% എന്ന് എഴുതിയാൽ അതിൻ്റെ ഒരു 90% അവരുടെ കൺട്രോളിൽ നിന്നുള്ള രീതിയിൽ വളരെ മോണോപോളിയാണ് അവർ ഈ കാര്യങ്ങളിൽ. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ അമേരിക്കയായിട്ടുള്ള ഈ വ്യാപാര തർക്കങ്ങളും മറ്റുമൊക്കെ വന്നപ്പോൾ ഇവരിത് അമേരിക്കയ്ക്ക് കൊടുക്കത്തില്ല എന്നുള്ളൊരു രീതിയിലേക്ക് ഈ കാര്യങ്ങൾ വന്നു. അതിനുശേഷമാണ് ഈ ബാക്കി ഡെവലപ്മെൻറ്റ്സും എല്ലാം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെപ്പോസിറ്റുകളുടെ കൺട്രോൾ അമേരിക്കയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ മൊത്തം കാര്യങ്ങളുടെയും കൺട്രോൾ അവരുടെ കയ്യിൽ നിന്ന് പോകുമെന്നുള്ളൊരു സംഗതി, ഒരു ഇമ്മീഡിയറ്റ് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നീടാണ് ഈ യുക്രൈൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം യുക്രൈനിൽ ഇത്തരം ഈ അപൂർവ ധാതു ലവണങ്ങൾ, ഈ എലമെൻസുകളൊക്കെ ഓയിൽ ആൻഡ് ഗ്യാസ് കൂടാതെ അവിടെ ഉണ്ടെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അനേക സ്റ്റഡികളും മറ്റു കാര്യങ്ങളും എല്ലാം അതിനെ സംബന്ധിച്ചുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതാണ് ഉക്രൈൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അതുകൂടാതെ നമുക്കറിയാം, പിന്നെ അടുത്തത് കൈവച്ചത് വെനസ്വേലയാണ്. വെനസ്വേലയിൽ നമുക്കറിയാം അവിടുത്തെ പ്രസിഡന്റിനെ രാത്രി തെറികൊണ്ട് പോയി. അത് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ സംസാരിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. കാരണം വളരെ വിചിത്രമായിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളതെന്നാണ് വെനസ്വേലയുടെ ഒരു പട്ടാളക്കാരൻ തന്നെ പിന്നീട് പറഞ്ഞിട്ടുള്ളത്. കാരണം വെനസ്വേലൻ പ്രസിഡന്റിൻ്റെ ബോഡി ഗാർഡ്സ് അവർക്ക് ഇവരെ നോക്കിയിട്ട് ഒരു ഫയർ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വലിയൊരു അത്ഭുതം എന്ന് പറയുന്ന രീതിയിലുള്ള വളരെ വിചിത്രമായിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ നടന്നതെന്നാണ് പറയപ്പെടുന്നത്. അതായത് നോർമൽ ഒരു മിലിറ്ററി ഓപ്പറേഷൻ പോലെ ആയിരുന്നില്ല എന്നുള്ളതാണ് ആള് റിപ്പോർട്ട് ചെയ്തത്. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ഇടയ്ക്ക് പത്രങ്ങളിലൊക്കെ വാർത്തയായതും മറ്റു കാര്യങ്ങളൊക്കെയാണ്. എനിവേ അവിടെ സംഭവങ്ങൾ നടന്നു, അയാളെ പിടിച്ചുകൊണ്ട് പോയി.
മഡൂറയെ പിടിച്ചുകൊണ്ട് പോയി. അതിനുശേഷം ആ രാജ്യവും ഈ ഇവരുടെ കൺട്രോളിലേക്ക് അമരുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഈ ലോകത്ത് പ്രൂവൺ ഓയിൽ ആൻഡ് ഗ്യാസ് ഡെപ്പോസിറ്റുകളിൽ നമ്പർ 1 പൊസിഷനിലുള്ള രാജ്യമായിട്ടാണ് ഈ വെനസ്വേല അറിയപ്പെടുന്നത്. അത്രത്തോളം ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഡെപ്പോസിറ്റുകളുണ്ട്. കൂടാതെ ഈ അപൂർവ മിനറൽസും മെറ്റൽസും ഒക്കെ അതും അവിടെ വളരെയധികം ഉണ്ട്. പിന്നീട് അടുത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കുറച്ച് മുമ്പേ പറഞ്ഞ സംഗതി തന്നെ, ഏറ്റവും നോർത്തേൺ മോസ്റ്റ് ഉള്ള രാജ്യമായ പ്രദേശമായ ഗ്രീൻലാൻഡിൽ ചുറ്റും അവിടെയും പ്രൂവൺ ഡെപ്പോസിറ്റുകൾ, ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ വളരെ വലിയ ഡെപ്പോസിറ്റുകൾ അവിടെയുണ്ട്. അതുകൂടാതെ ഈ എലമെൻസുകളുടെ സ്വാധീനങ്ങളും അതിൻ്റെ പ്രസൻസും ഉണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെ പിന്നീട് നമുക്കറിയാം, ഞങ്ങൾ ആക്രമിച്ച് പിടിച്ചെടുക്കും എന്നുള്ള രീതിയിലേക്ക് ഈ സംഗതികളൊക്കെ വന്ന് പെട്ടെന്ന് നാറ്റോയുടെ ചീഫ് തന്നെ പറയുകയാണ്, അമേരിക്കയായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. അവരുടെ മിലിറ്ററി ബേസസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്ക് സോവറിൻ റൈറ്റ്സ് കൊടുക്കാം എന്നുള്ള ഒരു എഗ്രിമെൻ്റ് ആയി എന്ന രീതിയിലാണ് പിന്നെ ആ ഒരു സംഗതികൾ പിന്നെ വാർത്തയിൽ നിന്ന് മാറിയത്. അപ്പോൾ സോവറിൻ റൈറ്റ്സ് ഒരു രാജ്യത്തിന് തങ്ങളുടെ അധീനതയിലുള്ള ബേസ് മറ്റൊരു രാജ്യത്തിൻ്റെ ബോർഡറിലുള്ള ഒരു ബേസിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ആ പ്രദേശം ഈ ബേസ് ഹാൻഡിൽ ചെയ്യുന്ന രാജ്യത്തിൻ്റെ സ്വന്തമായിട്ട് അവർ കണക്കാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് ഈ ഗ്രീൻലാൻഡിൽ അവിടെ ചില ബേസുകൾ അമേരിക്കയ്ക്കുണ്ട്. ആ അമേരിക്കയ്ക്കുള്ള ബേസുകളെല്ലാം യഥാർത്ഥത്തിൽ അമേരിക്കൻ ബോർഡറിൻ്റെ അകത്ത് വരുന്നതായിട്ട് മാറുകയാണ്. അതായത് അവർക്ക് അവിടെ പ്രസൻസ് കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞ ആ 2-3 രാജ്യങ്ങളിലേക്ക്, നോർത്തേൺ മോസ്റ്റ് രാജ്യങ്ങളിലേക്ക് നമുക്ക് ലിറ്ററലി നമുക്ക് അമേരിക്കയും കൂട്ടാം എന്ന കണക്കിലേക്ക് ഓൾറെഡി ആയി കഴിഞ്ഞു സംഗതി. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഇത് വിളിച്ച് കിട്ടിയത്. കാരണം അപ്പോൾ നോർത്തേൺ മോസ്റ്റ് രാജ്യം എന്ന് പറയുന്നതിൽ ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു നാറ്റോ ഉണ്ട്, പിന്നെ നോർത്ത് അമേരിക്ക എന്നുള്ളതിൽ നോർത്ത് ഉണ്ട്. പിന്നെ അത് കൂടാതെ നോർത്തേൺ മോസ്റ്റ് ഗ്രീൻലാൻഡിൻ്റെ പ്രദേശങ്ങളിൽ ഇത് വരുമ്പോൾ നോർത്ത് പോളിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാന രാജ്യമായിട്ട് USA മാറി. അപ്പോൾ എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 39-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് നമുക്ക് ചാർത്തി കൊടുക്കാം എന്ന രീതിയിൽ അതായി കഴിഞ്ഞു. മാഗോഗ് ദേശത്തിൻ്റെ നേതാവായ ഗോഗ്, നീ നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന് തന്നെ വരും എന്ന് പറയുമ്പോഴത്തേക്കും അത് ജിയോഗ്രഫിക്കലി തന്നെ ഒരു നോർത്തേൺ മോസ്റ്റ് രാജ്യമായിട്ട് അവർ മാറിക്കഴിഞ്ഞു. പിന്നെ അങ്ങനെ ആ ഒരു യുദ്ധം വരുമ്പോൾ അക്കൂട്ടത്തിൽ പാഴ്സികളും ഉള്ളതായിട്ട് നമുക്ക് അവിടെ കണക്കാക്കാനായിട്ട് സാധിക്കുകയാണ്. പാഴ്സികൾ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇറാനികൾ. അപ്പോൾ ഈ ഇറാൻ നമുക്ക് ഇപ്പോൾ ഈ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ഇത് സംഗതി എന്ന് വെച്ചാൽ പിന്നെ മിഡിൽ ഈസ്റ്റാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ലോക ഓയിലിൻ്റെ കൺട്രോൾ കൈയാളുന്നത് മിഡിൽ ഈസ്റ്റ് എന്നുള്ള GCC രാജ്യങ്ങളാണ്. എന്നാൽ GCC രാജ്യങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഇറാനിലാണ് ലോകത്തിലെ 3-ാമത്തെയും 4-ാമത്തെയും ഏറ്റവും വലിയ പ്രൂവൻ ഡെപ്പോസിറ്റുകൾ കിടക്കുന്നത്. കൂടാതെ ഈ എലമെൻസും മറ്റുമൊക്കെ അനേകം വലിയ രീതിയിലുള്ള പ്രസൻസ് ഉള്ള രാജ്യമാണ് ഇറാൻ എന്നുള്ളതും ആണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇറാനും ഈ ഇത്രയും രാജ്യങ്ങളെല്ലാം കൺട്രോളിൽ വരുമ്പോഴത്തേക്കും ലോകത്തിലെ ഓയിൽ ഡെപ്പോസിറ്റുകളുടെ 70-75-80% ഈ അമേരിക്കയുടെ നേരിട്ടുള്ള കൺട്രോളിലേക്ക് വരികയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിൻ്റെ മറ്റൊരു അർത്ഥം എന്ന് പറയുന്നത് ഗോൾഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം, പിന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് അല്ലെങ്കിൽ ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ പറയുന്നത് അതിനെ ലിക്വിഡ് ഗോൾഡ് എന്ന നിലയിലാണ്. കാരണം അത്രയും വിലപിടിപ്പുള്ള സംഗതിയാണ് ഈ ഓയിൽ എന്ന് പറയുന്ന സംഗതി. അതുകൂടാതെ അവിടെ വാക്യത്തിൻ്റെ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ, അതായത് 38-ാമത്തെ അധ്യായത്തിൽ ഇവർ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് 13-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്. അവിടെ ശെബയും ദെദാനും തർശീശ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട്, നീ കൊള്ളയിടുവാനാണോ വന്നത്? കവർച്ച ചെയ്യാനും വെള്ളിയും പൊന്നും എടുത്തു കൊണ്ടുപോകാനും കന്നുകാലികളെയും ധനത്തെ അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും എന്നവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ശെബയും ദെദാനും, ശെബ എന്ന് പറയുന്നത് നമുക്കറിയാം, ശെബയും ദെദാനും ഉൾപ്പെടെയുള്ള സംഗതികളെല്ലാം ഈ GCC രാജ്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ടേമാണ്. പിന്നെ അതുകൂടാതെ തർശീശ് വർത്തകന്മാർ, അതിനെക്കുറിച്ച് പിന്നീട്
നമുക്കറിയാമല്ലോ, അനേകർ ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നതാണ്. ബ്രിട്ടൻ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടുള്ള മറ്റ് രാജ്യങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ് ഇങ്ങനെയുള്ള രാജ്യങ്ങൾ. ഇവരെല്ലാം ട്രഡീഷണലി അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ പ്രത്യേകതകൾ കാരണം അവരുമായിട്ട് കുറച്ച് അകന്ന് നിൽക്കുകയാണ്. ഒരു മിലിറ്ററി കോൺക്വസ്റ്റിൽ അമേരിക്കയുടെ ഭാഗമായിട്ട് അവരിപ്പോൾ വരുന്നില്ല, പ്രത്യേകിച്ച് ഈ ഇപ്പം നടക്കുന്ന ആ യുദ്ധത്തിൽ ഉൾപ്പെടെ. അപ്പോൾ ഇവരെല്ലാം ആ സമയത്ത് ഈ വരുന്ന ഗോഗിനെ ചോദ്യം ചെയ്യുകയാണ്. നീ എന്തിനാണ് വന്നതെന്നുള്ളതാണ് അവിടെ പറയുന്നു, നീ കൊള്ളയിടാനാണ് വന്നത്, കവർച്ച ചെയ്യാനും വെള്ളിയും പൊന്നും. ഇവിടെ സാധാരണഗതിയിൽ നമ്മൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പൊതുവെ പറയുമ്പോൾ ഏറ്റവും വിലപിടിപ്പുള്ളത് നമുക്കറിയാം പൊന്നാണ്. പൊന്നിൻ്റെ വിലയുടെ 7 അയലത്ത് വരത്തില്ല വെള്ളിയുടെ വില. പക്ഷെ ഇവിടെ നമ്മൾ ആ വാക്യത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ ഏറ്റവും വിലപിടിപ്പുള്ള എന്ന് നമ്മൾ പൊതുവെ പറയുന്ന പൊന്ന് രണ്ടാമതായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് വെള്ളിയാണ്. വെള്ളി ദൈവവചനത്തിൽ അല്ലെങ്കിൽ തിരുവചനത്തിൽ പറയുന്ന ഇങ്ങനെയുള്ള ചില അതായത് വായിക്കുമ്പോൾ ആ സീക്വൻസിലുള്ള വ്യത്യാസങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നോഹയുടെ മക്കളുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കും. പണ്ടൊരു ഓഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിലും പറഞ്ഞിട്ടുണ്ട് അവരുടെ മക്കളുടെ ആ ഒരു ഓർഡർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ദൈവവചനത്തിൽ കൃത്യമായിട്ടുണ്ട്. പക്ഷേ ദൈവവചനം വ്യാഖ്യാനിക്കാൻ വേണ്ടി നമ്മൾ പുറത്തുനിന്നുള്ള സാധനങ്ങൾ എടുക്കുമ്പോഴത്തേക്കും അതിൽ വേറെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവവചനത്തിൽ അതായത് ബൈബിളിൽ കൃത്യമായിട്ട് അവിടെ പറഞ്ഞേക്കുന്നു, കവർച്ച ചെയ്യാനായിട്ട് വരുന്ന ഈ ഗോഗ് എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? ഈ വെള്ളിക്കാണ് അവിടെ പ്രാധാന്യം. അപ്പോൾ വെള്ളിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ വെള്ളി അറിയപ്പെടുന്നത് തന്നെ ഒരു ഇൻഡസ്ട്രിയൽ മെറ്റൽ എന്നുള്ള നിലയിലാണ്. വെള്ളി അനേക ടെക്നോളജികളിലും മറ്റു കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഈ ആധുനിക കാലത്തുള്ള അനേക ഗാഡ്ജറ്റ്സുകളൊക്കെ ഉണ്ടാക്കുന്നതിലെല്ലാം പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സംഗതിയാണ് വെള്ളി എന്ന് പറയുന്നത്. വെള്ളി എന്ന് വെച്ചാൽ ആസിറ്റീസ് വെള്ളി എന്നുള്ള നിലയിലല്ല, വെള്ളിയായിട്ട് ചേർന്ന് നിൽക്കുന്ന വെള്ളിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള എലമെൻസുകൾ. അതാണ് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞത്. കുറേ പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെല്ലാം അതിൻ്റെ ഡെപ്പോസിറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വെള്ളിയായിട്ട് റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ കൃത്യമായിട്ട് ഇത് അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അന്ത്യകാലത്ത് വെള്ളിക്കുള്ള ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് അങ്ങ് കൂടി. വെള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിറ്റീസ് വെള്ളി എന്നുള്ള നിലയിലല്ല, വെള്ളിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻസ് ആണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്, അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഡെപ്പോസിറ്റുകളുടെ കാര്യമാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ പറഞ്ഞിരിക്കുന്നത് അവിടെ വെള്ളി എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ് 2ാം സ്ഥാനം മാത്രമേ പൊന്നെന്ന് പറയുന്നുള്ളൂ. പൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് ഗോൾഡ് എന്ന് ഞാൻ പറഞ്ഞു. ഓയിലിനെ ലിക്വിഡ് ഗോൾഡ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ ഓയിൽ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ്. പിന്നെ അത് കൂടാതെ അതിൻ്റെ ലിറ്ററൽ മീനിങ് മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാലും അത് ഗോൾഡ് എന്ന നിലയിൽ നമുക്ക് കാണാം. കാരണം മിഡിൽ ഈസ്റ്റും മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഗോൾഡിൻ്റെ ഡെപ്പോസിറ്റുകൾ കണ്ടുവാനുണ്ട്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഗോൾഡ് ഭയങ്കരമായിട്ട് അവരുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഒരു രാജ്യം കൂടിയാണത്. അപ്പോൾ ഇതിൻ്റെ ഇന്നർ മീനിങ് ആണ് അതിൻ്റെ കൂടുതലായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സംഗതി. വെള്ളിയും പൊന്നും എന്ന് പറയുമ്പോഴത്തേക്കും അത് ടെക്നോളജിയും മറ്റു കാര്യങ്ങളെയൊക്കെ, പിന്നെ ഈ ലോകത്തുള്ള ഓയിലിൻ്റെ നിയന്ത്രണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ട് അതവിടെ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഉള്ള ലക്ഷ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ ഉള്ള എന്താ പറയുക ദൈവവചന നിവൃത്തിയുടെ ഭാഗമായിട്ട് ഈ ഇന്ന് ഇപ്പോൾ നടക്കുന്ന യുദ്ധം ഉൾപ്പെടെ അതിൻ്റെ പുറകിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനെ ജസ്റ്റ് സഹായിക്കുക എന്നുള്ള നിലയിലല്ല. മാത്രമല്ല ആ യുദ്ധത്തിൻ്റെ ആദ്യ സമയങ്ങളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കുമായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ യുദ്ധം ആദ്യം തുടങ്ങിയത് ഇസ്രായേൽ അവരെ അറ്റാക്ക് ചെയ്തിട്ടാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റോ അത് അരമണിക്കൂറോ മറ്റോ കഴിഞ്ഞതിന് ശേഷമാണ് അമേരിക്കയുടെ പേര് മാധ്യമങ്ങളിൽ വരുന്നത്. അതായത് ആദ്യത്തെ അറ്റാക്ക് നടത്തിയതിന് ശേഷമാണ് അമേരിക്ക ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ സംഗതി അതുവരെ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുമായിരുന്നു. നമുക്ക് ആ വാർത്തകളൊക്കെ ആ സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇവരുമായിട്ട് എന്തെങ്കിലും ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി ടൈംസ് ഉണ്ടാക്കി ഇവനെ തങ്ങളുടെ കൺട്രോളിലാക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ട്രംപ് ശ്രമിച്ചത്. പക്ഷേ അവരതിന് വഴങ്ങാത്തത് കൊണ്ട് പിന്നെ ലാസ്റ്റ് ഇസ്രായേലിന് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായതുകൊണ്ട് അവർ നേരെ കയറി അടിച്ചു. അപ്പോൾ ഗത്യന്തരമില്ലാതെ അമേരിക്ക അവരുടെ കൂടെ കൂടുകയാണ് ചെയ്തത്. അപ്പോൾ അത് പിന്നീട് ഇപ്പോൾ ഈ കഴിഞ്ഞ
ദിവസങ്ങളിലെ വാർത്തകൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഖത്തറും മറ്റും ബാക്കിയുള്ള GCC രാജ്യങ്ങളെല്ലാം ഇറാൻ തങ്ങളുടെ മിസൈൽ വെച്ച് അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ദുബായ് വരെ അണ്ടർ അറ്റാക്കാണ്. അപ്പോൾ പിന്നീട് ഉള്ള വാർത്തകളിൽ ഖത്തർ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതും ഒമാൻ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അവർ പറയുന്നത് ഇസ്രായേൽ കാരണമാണ് അമേരിക്ക ഈ യുദ്ധത്തിൽ ഇടപെട്ടത്, അമേരിക്ക യുദ്ധത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഇറാൻ തങ്ങളെ ആക്രമിക്കുന്നതെന്നാണ് അവർ അതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്നത് പോലും അമേരിക്ക രഹസ്യമായിട്ട് ഇവരുമായിട്ട് ഒരു എഗ്രിമെൻറ്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന രീതിയിലാണ്. അതായത് ഈ പറഞ്ഞതുപോലെ ഉള്ള സംഗതി, അതായത് ഇവനെ താടിയിൽ ചൂണ്ട കൊളുത്തി അവിടെ കൊണ്ടുവരുമെന്ന് ദൈവവചനത്തെ 38-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ അണ്ടറിലേക്ക്, അതായത് ഇപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ ഇടയ്ക്ക് അറിയാം, ബോർഡ് ഓഫ് പീസ് എന്ന് പറഞ്ഞൊരു വലിയൊരു സംവിധാനം ട്രംപ് രൂപീകരിക്കുകയും അതിൻ്റെ അകത്തേക്ക് അനേക രാജ്യങ്ങളെ അതിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ക്ഷണിച്ച രാജ്യങ്ങളെല്ലാം പ്രത്യേകത നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതെല്ലാം തന്നെ അറബിക് ഇസ്ലാമിക രാജ്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് അതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ രാജ്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇന്ത്യയും ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അറിവ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം, അതായത് ആ ഒരു സംഗതികളുടെ നമ്മുടെ ഈ ദൈവജനത്തിൽ എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 38-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ലിസ്റ്റ് ചെയ്തേക്കുന്ന ആ രാജ്യങ്ങൾ പ്രധാനമായിട്ടുള്ള ഈ കൂട്ടങ്ങളെല്ലാം ഇയാളുടെ അണ്ടറിൽ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ബോർഡ് ഓഫ് പീസ് എന്നുള്ള ഒരു സംഗതിയിൽ. അപ്പോൾ എല്ലാത്തിനും നേതാവായിട്ട് സ്വയം അവരോധിക്കുകയും എന്നിട്ട് ചില രാജ്യങ്ങളും കൂടി ഇവനോട് പറയും, നീ ഞങ്ങളുടെ നേതാവായിരിക്കുക, നീ അവർക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന 7-ാമത്തെ വാക്യത്തിൽ ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹം ഒക്കെയും ഒരുങ്ങിക്കൊള്ളുകയും നീ അവർക്ക് മേധാവിയായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അപ്പോയിന്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഇത് ഇസ്രായേലിനെതിരെ അന്തിമമായിട്ട് ഇവർ തിരിയും. അങ്ങനെയാണ് ഈ സർവനാശത്തിലേക്ക് ഇത് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു സംഗതിയാണ് ഈ മറ്റേ ഗോഗ് ഓഫ് മാഗോഗ് എന്ന് പറയുന്ന സംഗതി. അപ്പോൾ അതിൽ ഇസ്രായേലിനെതിരെ ഈ യുദ്ധം നടക്കുകയും പിന്നെ ആ യുദ്ധത്തിൽ ഇസ്രായേൽ വലിയ കഷ്ടത്തിലാവുകയും പിന്നെ അതിന് ശേഷം ആ കഷ്ടത്തിൽ അവർ നിലവിളിക്കുന്നതായിട്ടും ദൈവം ഇടപെട്ട് ഈ വളരെ അത്ഭുതകരമായിട്ട് ഇസ്രായേലിനെ രക്ഷിക്കുന്നതായിട്ടാണ് പിന്നീട് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 39-ാമത്തെ അധ്യായത്തിൽ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു സംഗതിയിലോട്ടുള്ള പോക്കാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ നടക്കുന്ന ഈ ഒരു കോൺക്വസ്റ്റിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉള്ളത്. പിന്നീട് ഈ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ മുഴുവൻ സാമ്പത്തിക സ്ഥിതികളും മറ്റു കാര്യങ്ങളൊക്കെ വളരെ രീതിയിൽ പെട്ടെന്ന് തന്നെ തകിടം മറിയുന്നതൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം തമ്പുരാൻ എന്നെ ഓർമ്മിപ്പിച്ച കാര്യം ഞാൻ പറഞ്ഞത്, ഇനി ഈ ലോകത്ത് നടക്കേണ്ട ഒരു പ്രധാന മേജർ ഇവൻ്റ് എന്ന് പറയുന്നത് ലോകത്ത് വരുന്ന സംഭവിക്കാൻ പോകുന്ന മഹാക്ഷാമമായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. 2022-21 ഒക്കെ തന്നെ ആ ഓഡിയോ ഇപ്പോഴും ഇതിൻ്റെ അത് കിടപ്പുണ്ട്, മഹാക്ഷാമമായിരിക്കും എന്നുള്ളത്. പക്ഷേ എങ്ങനെയാണ് ഇത് എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല എന്നും കൂടി ഞാനെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഇന്ന് നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഗ്യാസിൻ്റെ കുറവാണ്, ക്ഷാമം കാരണം എത്ര പെട്ടെന്നാണ് ലോകത്ത് ഇപ്പോൾ ഈ അമിത ഭക്ഷണം ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് വളരെ പെട്ടെന്ന് കഴിക്കാനായിട്ട് ഫുഡ് പുറത്തിറങ്ങിയാൽ കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മാറുന്നില്ലേ. അപ്പോൾ അതുപോലെ ഈ കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് ഇനി മുമ്പോട്ട് പോകുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. പക്ഷേ തീർച്ചയായിട്ടും ഓരോ സംഭവങ്ങൾ, യുദ്ധങ്ങൾ നടക്കുന്നു, ക്ഷാമങ്ങൾ, ഇതെല്ലാം ഒരുമിച്ച് ഏകദേശം പാരലൽ പോലെ കാണുന്ന രീതിയിൽ നമുക്ക് പിന്നെ ഇത് കാണുവാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഈ യുദ്ധത്തിൻ്റെയും ഇത്രയും വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒരുങ്ങുന്നത് ഈ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വരവിലേക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ കൊണ്ടുപോകുന്ന രീതിയിൽ ഇതെല്ലാം ഒരുക്കപ്പെടുകയാണ്. അനേകർ പക്ഷേ ചതിക്കപ്പെടുന്നുണ്ട്, വഞ്ചിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതും. അപ്പോൾ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ വൺ ബൈ വൺ ആഫ്റ്റർ അനദർ എന്ന നിലയിലല്ല. അതെവിടെയാണ് നമ്മൾ
വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിക്കുമ്പോൾ അനേകർക്ക് തെറ്റുപറ്റി പോകുന്നതിൻ്റെ ഒരു കാര്യം അതാണ്. ഇത് ഓവർലാപ്പിംഗ് ആണ് ശരിക്കും യഥാർത്ഥത്തിൽ. ഒരു സംഭവം നടക്കുന്നു, ഒരല്പം കഴിഞ്ഞിട്ട് മറ്റൊരു സീക്വൻസിൽ വേറെ കാര്യങ്ങൾ നടക്കുകയാണ്. പക്ഷെ നമ്മളൊരു പുസ്തകത്തിൽ എഴുതുമ്പോൾ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നെന്നുള്ള നിലയിൽ അത് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം അങ്ങനെ അല്ലേ നമുക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അത് അങ്ങനെ എഴുതിക്കുന്നത്. ശരിക്കും യഥാർത്ഥത്തിൽ ഓൾമോസ്റ്റ് പാരലൽ എന്നുള്ള നിലയിൽ ഓവർലാപ്പിംഗ് ആയിട്ടാണ് എങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ പെട്ടെന്ന് ഇതിൻ്റെ അവസാനം വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി, കർത്താവിൻ്റെ വരവ് വളരെ അടുത്തേക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കേണ്ട ഒരു സമയം. പിന്നെ മറ്റു പല കാര്യങ്ങളിലുള്ള സമയക്രമങ്ങൾ എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ മുമ്പുള്ള ഓഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലതിലൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ ഒരു കാലഘട്ടം, വളരെ ഈ ജീവിക്കുന്ന നിമിഷങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തെളിയിക്കുന്ന അനേക സംഭവങ്ങളുണ്ട്. എല്ലാത്തിൻ്റെയും ടൈം ലൈൻ ഈ ഒരു സമയങ്ങളൊക്കെ ആയിട്ട് യോജിക്കുന്ന സമയങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇസ്രായേൽ ഇറാനുമായിട്ടുള്ള, ഇസ്രായേൽ അമേരിക്ക ഇറാനുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട സംഭവങ്ങളാണ്. ഓരോ ദിവസം തോറും പുതിയ പുതിയ ഡെവലപ്മെൻറ്റ്സ് അവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അൾട്ടിമേറ്റ്ലി ഇത് ദൈവവചന നിവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. പിന്നീട് മറ്റൊരു വീഡിയോയിൽ ഒരു US-ലുള്ള ഒരു ദേവദാസൻ, ഒരു യങ്ങായിട്ടുള്ള ഒരു വ്യക്തി തന്നെ പറയുന്നത് കേട്ടു. അത് എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന ഇറാനുമായിട്ടുള്ള യുദ്ധം തന്നെ യഥാർത്ഥത്തിൽ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഈ ഒരു ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് വ്യക്തി ഇങ്ങനെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ടായിരുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ വടക്കേ ദേശത്തിലെ രാജാവ് രഥങ്ങളോടും കുതിരച്ചവരോടും കൂടെ ഇങ്ങനെ തെക്കേ ദേശത്തിലെ രാജാവിനോട് എതിർത്ത് ഏറ്റുമുട്ടും എന്നുള്ള സംഭവങ്ങളും, പിന്നെ അതിനു മുമ്പേ ഉള്ള ഒരു അധ്യായത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ വടക്കേ ദേശത്തെ രാജാവ് തെക്കേ ദേശത്തിലെ രാജാവിനെതിരെ യുദ്ധത്തിന് വരുന്നതും അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ നടക്കുന്ന യുദ്ധമാണെന്നുള്ള രീതിയിലാണ് ഒരാൾ സംസാരിക്കുന്നത് കാണുവാനായിട്ട് സാധിച്ചത്. പിന്നെ കൂടാതെ 8-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അതിൽ 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ട് കൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ സർവ്വഭൂതലത്തിലും കൂടി വന്നു എന്ന് പറഞ്ഞിരിക്കുന്ന അവിടെ തൊട്ട് ആ കോലാട്ട് കൊറ്റൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ അമേരിക്കയെക്കുറിച്ചാണെന്നും, നിലം തൊടാതെ സർവ്വഭൂതലത്തിലും കൂടി വന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ലാൻഡ് ഫോഴ്സസ് അല്ല, എയർ ഫോഴ്സസും മറ്റേ ഇതുപോലുള്ള പ്ലെയിനുകൾ, മിസൈൽ അറ്റാക്കുകളെ സൂചിപ്പിക്കുന്നതാണെന്നും ഒക്കെ പറയുന്നതായിട്ട് കേട്ടു. നിലം തൊടാതെ എന്നവിടെ കറക്റ്റായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. സർവ്വഭൂതലത്തിലും, നിലം തൊടാതെ സർവ്വഭൂതലത്തിലും കൂടി വന്നു. അങ്ങനെ വന്ന് ഈ ആട്ടുകൊറ്റനോട് അടുക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ആട്ടുകൊറ്റനോട് ക്രുദ്ധിച്ച് അതിനെ ഇടിച്ച് അതിൻ്റെ കൊമ്പ് രണ്ടും തകർത്ത് കളഞ്ഞു എന്നവിടെ എഴുതിയിട്ടുണ്ട്. 2 കൊമ്പും തകർത്ത് കളഞ്ഞു, അതായത് അതിൻ്റെ ശക്തി. അതിൻ്റെ മുമ്പിൽ നിൽപ്പാൻ ആട്ടുകൊറ്റന് ശക്തിയില്ലാതിരുന്നു. അതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അതിൻ്റെ കയ്യിൽ നിന്ന് ആട്ടുകൊറ്റനെ രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു. എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നു പോയി എന്നിങ്ങനെ ആ ഭാഗങ്ങൾ അവിടെ വരുന്നുണ്ട്. അങ്ങനെ അതിന് പകരം ആകാശത്തിലെ 4 കാറ്റിന് നേരെ ഭംഗിയുള്ള 4 കൊമ്പ് മുളച്ചു വന്നു. അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു. അത് തെക്കോട്ടും കിഴക്കോട്ടും മനോഹര ദേശത്തിന് നേരെയും ഏറ്റവും വലുതായി തീർന്നു. അത് ആകാശത്തിലെ സൈന്യത്തോളം വലുതായി തീർന്നു. സൈന്യത്തിലെ നക്ഷത്രങ്ങളിലും ചിലതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അങ്ങനെ അത് വന്ന്, അങ്ങനെ ആ ഒരു ഭാഗം നമ്മൾ പിന്നീട് താഴേക്ക് വായിക്കുമ്പോൾ നിരന്തര ഹോമയാഗത്തിനെതിരായിട്ട് ഒരു സേവ നിയമിക്കപ്പെടും. അത് സത്യത്തെ നിലത്ത് തള്ളിയിടുകയും കാര്യം നടത്തി സാധിപ്പിക്കുകയും ചെയ്യും എന്നിങ്ങനെ പറഞ്ഞ്, പിന്നെ വിശുദ്ധ മന്ദിരത്തെയും അവിടെയാണ് ഈ ശൂന്യമാക്കുന്ന അതിക്രമത്തെക്കുറിച്ച്, നിരന്തര ഹോമയാഗം നിർത്തുന്നതിനെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ 2300 സന്ധിയോഷസും തികയോളം തന്നെ പിന്നീട് വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും എന്ന് പറഞ്ഞാണ് അവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ
ഇത് ഈ കൃത്യമായിട്ട് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ എങ്ങോട്ടാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പല വിധത്തിൽ അന്ത്യകാലത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ നടക്കേണ്ട സംഭവങ്ങൾ ദൈവവചനത്തിൽ തൻ്റെ പ്രവാചകന്മാർ വഴി പുരാതന കാലം മുതൽ കർത്താവ് അത് കൃത്യമായിട്ട് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ എല്ലാം ഒരു കൺക്ലൂഡിങ് എന്നുള്ള നിലയിലാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വളരെ ഷോർട്ടായിട്ട് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അവിടെ വിശദമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അനേക സംഭവങ്ങൾ നടക്കുന്നത് പാരലലായിട്ട് കൂടിയാണ് നടക്കുന്നതെന്നുള്ള മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ദൈവവചനം കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അനേക സംഭവ വികാസങ്ങൾ ലോകത്ത് പല പല കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിലും അന്തിമമായിട്ട് ഇത് ദൈവവചനത്തിൽ കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലുള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു പരിസമാപ്തിയിലേക്കാണ് ഇതെല്ലാം ലീഡ് ചെയ്യുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കി ഇപ്പോൾ കർത്താവ് തൻ്റെ സഭയെ ചേർക്കുന്ന സമയം അടുത്തിരിക്കുന്നു. അപ്പോൾ അന്ത്യത്തോളം ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുവാൻ തക്കവണ്ണം വിശ്വസ്തരായിട്ട് നിൽക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. അല്ലാതെ പഴയ പല രീതിയിൽ ആളുകൾ വ്യാഖ്യാനിക്കുന്നതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ സഭ എടുത്തു കഴിഞ്ഞ് വീണ്ടും 1000 വർഷം ഇവിടെ വീണ്ടും ഭൂമിയിൽ സമയമുണ്ട് എന്നൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ഈ അന്ത്യകാലത്തിൻ്റെ അവസാന ഘട്ടം എന്നുള്ള നിലയിൽ അനേക പ്രവാചക പുസ്തകങ്ങളിൽ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തിയതും ഈ 1000 വർഷത്തെ ആ ഒരു ഗ്യാപ്പ് തമ്മിൽ യാതൊരു ബന്ധവും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഈ 1000 വർഷം എന്നുള്ളത് ദൈവസന്നിധിയിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതൊരു വലിയ രീതിയിലുള്ള ഒരു ഡിസെപ്ഷൻ്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1000 വർഷം വീണ്ടും കർത്താവിൻ്റെ വരവിന് ശേഷം വിശുദ്ധന്മാരോട് കൂടെ 1000 വർഷം ഇതേ ഭൂമിയിൽ വീണ്ടും വസിക്കുകയും പിന്നെ അതിനുശേഷം അന്തിമ യുദ്ധം ഒന്നുകൂടി ഉണ്ട് എന്ന രീതിയിലേക്കൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ അങ്ങനെയല്ല. പ്രവാചക പുസ്തകങ്ങളിൽ കൂടി പിന്നെ വെളിപ്പാട് പുസ്തകങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് കർത്താവായ യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികളിലും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരുമെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന സ്ഥിതിയിൽ പിന്നീട് വീണ്ടും 1000 വർഷം ഉണ്ടെന്ന് പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവനിന്ദയാണ്. അങ്ങനെയല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഏതായാലും കണ്ണുകൾ തുറന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ട സമയങ്ങളാണ്. എത്ര കാലം ഇനി മുമ്പോട്ടുണ്ടെങ്കിലും ആ കാലഘട്ടങ്ങളിലൊക്കെയും ദൈവകൃപയോട് ചേർന്ന് നിന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന രക്ഷയുടെ ആ വലുപ്പം മനസ്സിലാക്കിക്കൊണ്ട് അത് സമ്പൂർണ്ണ സമർപ്പണത്തോടുകൂടി ജീവിക്കാൻ സർവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.